ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട. ആട്ടക്കഥ സാഹിത്യകാരൻ ഉണ്ണായി വാര്യരുടെ നാട്. നമുക്ക് സ്വാഗതം ചെയ്യാം സാംസ്കാരിക പൈതൃകത്തിന് പുകൾപെറ്റ ഇരിങ്ങാലക്കുടയിൽ നിന്നും എത്തിയ ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടൂരിനെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടൂരിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. തൃശൂർ ടൗണിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള കുണ്ടൂർ എന്ന സ്ഥലത്താണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. 57 സെന്റ് സ്ഥലത്തായി 3 കെട്ടിടങ്ങൾ. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സർവ്വസാധാരണക്കാരുടെ മക്കളാണ് കൂടുതലായും ഇവിടെ പഠിക്കുന്നത്. 206 കുട്ടികൾ, 13 അധ്യാപകർ. പരിമിതികൾ, വെല്ലുവിളികളാണിവിടെ. ഒരു കൊച്ചു വിദ്യാലയത്തിന്റെ ധീരതയുടെ കഥയാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, സമൂഹത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ, സമൂഹവുമായുള്ള ബന്ധം, ഇവ മൂന്നുമാണ് ഞങ്ങൾ മികച്ചതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. അധ്യാപകർ എഴുതി തന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ അവിടെ ചെയ്ത ഒരു പ്രധാന പഠന പ്രവർത്തനമായിട്ട് ഒരു പ്രോജക്റ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ സംവിധാനത്തെ പറ്റിയുള്ളൊരു പഠനം നടത്തി അതിന് അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ നിങ്ങൾ ആരെങ്കിലും ആ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഉണ്ടായിരുന്നു. അപ്പോൾ പറയൂ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ റേഷൻ കടയൊക്കെ സന്ദർശിച്ചിരുന്നു. എന്താണ് റേഷൻ കട? റേഷൻ കട. പിന്നെ റേഷൻ കട സന്ദർശിച്ചു. എന്നിട്ട് പൊതുവിതരണ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചു. പൊതുവിതരണ കേന്ദ്രവും റേഷൻ കടയോ ഒന്നാണോ അതോ രണ്ടാണോ? ഒന്നാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് ഞങ്ങള് BRC പോയി ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്തു. അപ്പൊ എന്താ പ്രോജക്റ്റിൽ ചെയ്തത്? ഭക്ഷ്യവിലകളുടെ വിതരണത്തിന്റെ. എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാമോ? റേഷൻ കടയിൽ പോയിട്ട് അരിയുടെയും പഞ്ചസാരയുടെ ഒക്കെ വില കുറിച്ചെടുത്തോ? അങ്ങനെ പറയും. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അത് ഞങ്ങൾ പ്രോജക്റ്റ് ആക്കി മാറ്റി. പ്രോജക്റ്റ് എങ്ങനെ? അതിലെന്താ പ്രോജക്റ്റ്? റേഷൻ കടയിലെ അരിയുടെ വില, പലതരത്തിലെ അരി കാണുമല്ലേ ഇല്ലേ? BPL APL തരം അരിയാണോ അതോ BPL എന്ന് പറയുന്ന ആരാണ്? ബിലോ പോവർട്ടി. അതാരാ? ദാരിദ്ര്യരേഖയ്ക്ക് താഴ്ന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. അതെങ്ങനെ അറിയാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണോ മുകളിലാണോ എന്ന്? വരുമാനം കുറഞ്ഞവർക്ക്. അവർക്ക് വേറെ കാർഡുണ്ടോ? അത് റേഷൻ കാർഡിൽ എഴുതിയിരിക്കുമോ? അത് അതിലെന്ത് ചെയ്തു നിങ്ങളെ? അത് ഞങ്ങൾ പ്രോജക്റ്റ് ആക്കി മാറ്റി. അതെ, എങ്ങനെയാ അതിനെങ്ങനെ? എനിക്ക് വന്ന് സാമിന് അതിനെപ്പറ്റി എന്താ പറയണ്ട? മറ്റു കടകളിൽ നിന്നും റേഷൻ കടകൾക്കും പൊതുവിതരണ സ്ഥാപനങ്ങൾക്ക് ഉള്ള വിലകളിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അവരെത്രമാത്രം വില കുറച്ച് കൊടുക്കുന്നു. അതല്ലേ റേഷൻ കടയുടെ ജോലി. അവിടെ വില കുറവാണെന്നറിയാൻ പ്രോജക്റ്റ് വേണോ? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ. കൂടുതൽ എന്തറിഞ്ഞു? എന്നിട്ട് BPL കാർഡുള്ളവർക്ക് വില കുറച്ചും APL കാർഡുള്ളവർക്ക് കുറച്ചും കൂടി മറ്റു കടകളിലുള്ളതിനേക്കാളും വില കുറച്ചും കൊടുക്കുന്നുണ്ട്. ആണ്. അതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? പാവപ്പെട്ടവരെ അങ്ങനെ റേഷൻ കടകൾ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലേ? കൊള്ളാം. ശ്രീലക്ഷ്മി, ഈ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ലോകം. സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകമാണെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു. അപ്പം നിങ്ങളുടെ ചുറ്റിനുമുള്ള കുണ്ടൂർ പ്രദേശം അതല്ലേ നിങ്ങളുടെ സമൂഹം അല്ലേ? അതിൽ സംശയം എന്തെങ്കിലും ഉണ്ടോ? ശ്രീലക്ഷ്മി പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകമാണ് നിങ്ങളുടെ സമൂഹം. സമ്മതിക്കുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ സ്കൂള് സമൂഹത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു
പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണം രക്ഷിതാക്കളെയും കുട്ടികളെയും പ്ലാസ്റ്റിക് ബാഗ് നിർമ്മിച്ചു. പ്ലാസ്റ്റിക് ബാഗ് ആണോ നിർമ്മിച്ചത്? Paper bag. പേപ്പർ ബാഗ്. ആ, പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടി പേപ്പർ ബാഗ് നിർമ്മിച്ചു. എന്നിട്ട് അത് എല്ലാവർക്കും കൊടുത്തു. അത് പലചരക്ക് കടകളിൽ കൊടുക്കുന്നുണ്ട്, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ശനിയാഴ്ച. അപ്പോൾ ഒരു 5 കിലോ അരി വാങ്ങിക്കണം, നിങ്ങളുടെ പേപ്പർ ബാഗ് പറ്റുമോ? റേഷൻ കടയിൽ പോയാൽ ഒരു 5 കിലോ അരി താങ്ങാനുള്ള പേപ്പർ ബാഗാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അത് നല്ല കട്ടിയിലായിട്ട് 2-3 പേപ്പർ വെച്ചിട്ട്. എന്നാലും എത്ര കട്ടിയാണ്? എത്ര കിലോ താങ്ങും? 5 കിലോ ഒക്കെ പറ്റും. 5 കിലോ താങ്ങുന്ന പേപ്പർ ബാഗാണോ? 5 കിലോ താങ്ങാണ്. ഞാൻ കുണ്ടൂർ വരെ ഒന്ന് വരുന്നുണ്ട്, എനിക്കൊരു 5-6 പേപ്പർ ബാഗ് വേണം. അങ്ങനെ പറഞ്ഞോളൂ. പേപ്പർ ബാഗ് നിർമ്മിച്ചു. എന്നിട്ട് പേപ്പർ ബാഗ് നിർമ്മിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങളവിടെയുള്ള എല്ലാ കടകളും പ്ലാസ്റ്റിക് ആ ബാഗ് കൊടുക്കുന്നത് നിർത്തിയോ? ഇല്ല. നിങ്ങളത് പഞ്ചായത്ത് ഏതാണ്? നിങ്ങളുടെ കുണ്ടൂർ പഞ്ചായത്ത്. കുണ്ടൂർ പഞ്ചായത്തിൽ പോയി പറയണം. അതല്ലേ നിങ്ങളുടെ ഒരു സമൂഹം. അവിടെ പോയിട്ട് പറയണം, ഞങ്ങൾ ഈ പേപ്പറൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും പ്ലാസ്റ്റിക് ബാഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പഞ്ചായത്തിനെ കൊണ്ടൊരു ഓർഡറൊക്കെ എഴുതിപ്പിക്കണം. അതൊക്കെയല്ലേ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളൊരു കൊതുക് നിർമ്മാർജ്ജനം ചെയ്തെന്ന് എഴുതിയേക്കുന്നത്, അതെന്താണ്? നിങ്ങൾ കൊതുകിനെല്ലാം ഓടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. എന്താണ്? ഉറക്കെ പറയൂ. ഡ്രൈ ഡേ അത് ആചരിക്കാറുണ്ട്. അത് മലന്ന് കിടക്കുന്ന ചിരട്ടകളിലും മറ്റും വെള്ളം കെട്ടി നിൽക്കുന്നത് കമിഴ്ത്തി വെച്ച് ആണ് അത് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ പരിസ്ഥിതി ക്ലബിൻ്റെ ഭാഗമായിട്ട് കോളനികളിൽ ചെന്ന് കൊതുക് നിർമ്മാർജ്ജനം അതിനെ പറ്റി ബോധവൽക്കരിക്കുകയും അവിടെ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞിട്ട് കൊതുക് കുണ്ടൂർ കുറഞ്ഞോ? കുറവുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചോ? നമ്മൾ ഇത്ര എല്ലാം ചെയ്തിട്ട് കൊതുക് കുറഞ്ഞെന്ന്. അപ്പം നിങ്ങളുടെ കുണ്ടൂർ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവോ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടാണ് കൊതുക് കുറഞ്ഞതെന്ന്? നാളെ വന്ന് 2 പേരോട് ചോദിച്ചാൽ പറയോ കൊതുക് കുറയാൻ കാരണം കുണ്ടൂർ സ്കൂളിലെ കുട്ടികൾ ചെയ്ത കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനം എന്ന് എല്ലാവരും പറയുമോ? ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറയുമോ? രക്ഷിതാക്കൾ സ്വതവേ ഇതിൽ പങ്കെടുക്കുന്നത് കുറവാണ് എന്ന് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയായിട്ട് എഴുതി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നതിനെ പറ്റി നിങ്ങൾ ചെറിയൊരു രൂപം തന്നു കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് വലിയ അപകടകരമായിട്ടല്ലേ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ അത് അവിടെ എത്തുമ്പോഴത്തേക്ക് സ്കൂൾ അവിടെ ഉണ്ടാവുമോ? ഈ അവസ്ഥയെ നമ്മളെങ്ങനെ അതിജീവിക്കും? സാധാരണ എല്ലായിടത്തും ആളുകൾ വിചാരിക്കുന്നത് മാനേജ്മെന്റ് സ്കൂളുകളിലാണ് കൂടുതൽ സൗകര്യം എന്നാണ് വിചാരിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളുകളിൽ സൗകര്യമുണ്ടെന്ന് അവർ അറിയാനിടയായാൽ അവരും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കും. തീർച്ചയായും നല്ല ഉത്തരമാണത്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഈ കുട്ടികളെ ആകർഷിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് ഈ ചോദ്യം. അല്ലേ ഇത് ചോദിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അഞ്ചനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മൾ എന്താ അഞ്ചന ചെയ്യുക? ഈ നമ്മുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൂടുതൽ കുട്ടികളെ നമ്മളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പരിപാടികൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സൈന ടീച്ചറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളോടുള്ള അവഗണന ഇപ്പോൾ ഒരു സാധാരണയായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അയൽപക്കത്തൊക്കെ പറയാം, ഞങ്ങളുടെ സ്കൂളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങളും ഇത്തരം സൗകര്യങ്ങളും ഞങ്ങളുടെ സ്കൂളിലുണ്ടെന്ന് ഇവർക്ക് അയൽപക്കത്തൊക്കെ ബോധവൽക്കരിക്കാം. അയൽപക്കത്തുള്ള മറ്റു സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ. ടീച്ചറെ, ഇവിടെ പ്രശ്നം നമ്മൾ ഈ ഹരിത വിദ്യാലയത്തിൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്കൂളുകളാണ് വളരെ വലിയ നേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മുന്നേറ്റം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ കുട്ടി പറഞ്ഞ ഉത്തരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും പ്രവർത്തനങ്ങളുണ്ട്, അത് ഇതിലേക്ക് ആകർഷിക്കാൻ സാധിച്ചാൽ അവിടെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അത് ഉണ്ടായിട്ടും നമ്മൾ ഈ ഏത് രീതിയിലുള്ള പ്രചരണമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്? നിങ്ങൾ ക്ലസ്റ്റർ മീറ്റിംഗ് വരെ നടത്തി, എന്നിട്ടും അതിൻ്റെ ഒന്നും ഒരു ഫലം വ്യക്തമായിട്ട് കാണുന്നില്ല.
അതെല്ലാം ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ ക്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ. ഞങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ ഫലം അടുത്ത വർഷം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ സമ്മാനം നിങ്ങൾക്ക് തന്നെ തരണം. തീർച്ചയായിട്ടും. ഈ നമ്മളെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മറ്റുള്ളവരെ അറിയിക്കാൻ യോഗ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്നത്? ഏറ്റവും മികച്ച കുറച്ച് പ്രവർത്തനങ്ങളൊന്ന് പറയാമോ? പേപ്പർ ബാഗ് നിർമ്മാണം, പിന്നെ പഠന ക്ലാസുകൾ, കരകൗശല നിർമ്മാണങ്ങളും, അങ്ങനെ ഓരോന്നുണ്ടാക്കാനുള്ള ക്രാഫ്റ്റിന്റെ ഇത്. പിന്നെ ഇതാണോ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ ആളുകൾ വരുമോ? വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ. അത് നിങ്ങളല്ലേ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞെങ്കിലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒന്ന് ഊർജത്തോടെ പറയൂ. അഞ്ജന പറയൂ. ടെലിഫിലിം. പിന്നെ കുരുത്തോലക്കളരി, നാടൻപാട്ട് കളരി. കുരുത്തോലക്കളരി വളരെ സുന്ദരമായിരുന്നു. കാരണം കുരുത്തോല കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പോലും പുതിയ അറിവായിരുന്നു. വളരെ നന്നായിട്ടുണ്ട്. അത് എല്ലാം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ടോ അതോ കുറച്ച് കുട്ടികൾക്ക് മാത്രം അറിയോ? എല്ലാവർക്കും അറിയാം. ഈ ചുങ്കത്ത് കടവിൽ പോയത് എന്തിനായിരുന്നു? അവിടെ ദൈവത്തിന്റെ കുപ്പായം. എന്തായിരുന്നു? ഈ കൊതിക്കല്ല്, കൊച്ചി തിരുവിതാംകൂർ വേർതിരിച്ച കല്ല് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങള് സോഷ്യൽ ക്ലബിന്റെ ഭാഗമായിട്ട് പോയി. എല്ലാവരും പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് കല്ലിപ്പോഴും ഉണ്ടോ? ഉണ്ട്. ആ കല്ല് എങ്ങനെയാണ് കിടക്കുന്നത്? നേരെ അവഗണിക്കപ്പെട്ട സ്ഥിതിയിലാണോ അതോ അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എങ്ങനെയാണത്? അത് ഇപ്പുറത്ത് ഇപ്പുറത്ത് തിരുവിതാംകൂറിന്റെ തീയും ഇപ്പുറത്ത് കൊച്ചിയുടെ കോയും. കൊച്ചിയുടെ കോയും. ശരി ശരി. ഓ ശരി, അങ്ങനെയാണല്ലേ. കൊത്തിന്നാണോ വായിക്കുന്നത്? ശരി ശരി. പിന്നെ നിങ്ങൾ ഈ ഓല കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കളിക്കോപ്പുകളൊക്കെ കണ്ടു. അതിലെന്താ നിങ്ങൾ പി ഉണ്ടാക്കാതിരുന്നത്? അതെ, ഓല പി. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഓല പി ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾ വളരെ ചുരുങ്ങും. നിങ്ങളെന്ത് പി ഉണ്ടാക്കാതിരുന്നേ? പി ഉണ്ടാക്കാൻ മിക്കവാറും കുട്ടികൾക്കും അറിയാം. അത് പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ പുതിയ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കൂടുതൽ കാണിക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കാനല്ലേ പോണത്? എന്തിനാണ് പഠിക്കാൻ പോണേ? ഇപ്പം ഞാൻ പഠിച്ചത് ഇതിനാണെന്ന് വെച്ചാൽ എനിക്ക് വീട് വേണം, വലിയ വീട് വേണമായിരുന്നു, എല്ലാ സുഖങ്ങളും വേണമായിരുന്നു, വലിയ പോഷ് കാറ്, അതുപോലെ തന്നെ എല്ലാം വേണമായിരുന്നു. ഞാനിതിങ്ങനെ കുട്ടികളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് പറയുന്നു? അറിവുണ്ടായാൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. ശരി 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 സമ്മതിച്ചു. എന്താണ് അറിവ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്? പണം വരും പോകും, പക്ഷെ അറിവ് എന്നും നിലനിൽക്കും. ഗുഡ്. അപ്പോൾ ഇവർ നല്ല മിടുക്കന്മാരാണ്, വളരെ നല്ല. പിന്നെ നിങ്ങളുടെ ഈ ഇതിൽ സ്കൂളിലെ വളർത്തിയ ചെടികളുടെ ഇടയിൽ ക്യാരറ്റ് എന്ന് പറഞ്ഞു കേട്ടു. ഫോട്ടോയിലും പറഞ്ഞു, അതിൽ ടി വിയിലത്തെ പ്രോഗ്രാമും കഴിഞ്ഞു, നിങ്ങളും പറയുന്നുണ്ടായി. ക്യാരറ്റ് അവിടെ നന്നായി വളരുന്നുണ്ടോ? ഞങ്ങൾ സ്കൂളിൽ നട്ട ക്യാരറ്റ് ഉണങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ വീടുകളിൽ ഞങ്ങൾ ജൈവ കൃഷി കിറ്റ് കൊടുത്തതിൽ ക്യാരറ്റ് വിത്തുണ്ടായിരുന്നു. അത് വീടുകളിൽ തഴച്ച് വളർന്നുണ്ട്. ക്യാരറ്റ് എവിടെയാ, ഏത് ഭാഗമാണ് കഴിക്കുന്നത് ക്യാരറ്റിൻ്റെ? അടിഭാഗം. അതെ, നിങ്ങൾക്ക് വലിയ ഇത് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ല. 2 മാസമായിട്ടുള്ളൂ കിറ്റ് കൊടുത്തിട്ട്. അതുകൊണ്ട് വിളവെടുക്കാറായിട്ടില്ല. ഇനി ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടൂരിന്റെ ഗ്രേഡ്സ് ചോദിക്കാം. ഗവൺമെന്റ് UP സ്കൂൾ കുണ്ടൂരിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 81.6 out of 100.